വെൽക്കം ബാക്ക്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ട്രാവൽ വ്ളോഗായിട്ടാണ് വരുന്നത്. എവിടേക്കുള്ള മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. അത് വല്ലാത്തൊരു ഫീലാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാണ്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണാൻ നോക്കുക. ഒരുപാട് ആനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതാ മുതുമലൈ ടൈഗർ റിസർവ് വെൽക്കം യു എന്നുള്ള കവാടം കയറാൻ പോവുകയാണ്. അപ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ചെക്ക് പോസ്റ്റ് കടന്ന് ഇനി ഇവിടെ നിന്നുള്ളൊരു യാത്ര, ആ മനോഹരമായ യാത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണ്ട നമ്മൾ. മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര, അത് വല്ലാത്തൊരു ഫീലാണെന്നുള്ള ആ ഒരു റെയിൽ നല്ലോണം കയറി ആളുകളെല്ലാവരും മസനഗുഡിയിലേക്ക് വന്ന് അല്ലേ. ഇവിടെ ആകെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്നാൽ ആ ബ്ലോക്കൊക്കെ ഇതാ ഇപ്പം ഒന്ന് മാറി, അന്തരീക്ഷം ഒന്ന് നല്ലൊരു അന്തരീക്ഷമായി. കാട്ടിലെ ഈ വൃക്ഷങ്ങളുടെ ഇടയിലൂടെയുള്ള ഈ ഒരു റോഡ് ട്രിപ്പ്, അത് മനോഹരമായൊരു ട്രിപ്പാണ്. അപ്പം ഇതിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെയാണ്, നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഇവിടുന്ന് കാണുന്നത്. ഇനി അനിമൽസിനൊക്കെ നമുക്ക് കാണും എന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ പോകുന്നത്. എന്തായാലും വീഡിയോയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ചിലപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഈ മസനഗുഡിയിൽ ഒരുപാട് സംഗതികളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പോണ വഴിക്ക് ഒരുപാട് സംഗതികൾ കാണാനുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ കാണിക്കും. അങ്ങനെ ചെറിയ കുട്ടി കൊമ്പനാനനെയൊക്കെ കണ്ടിതാ നമ്മളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ, നമ്മൾ കൂടുതലായിട്ട് 2 വീലറിൽ യാത്ര ചെയ്യാൻ നോക്കുക. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 2 വീലറിൽ പോകുമ്പോൾ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. അതായത് 2 സൈഡിലുള്ള വ്യൂ നമുക്ക് നല്ലോണം ആസ്വദിക്കാൻ കഴിയും. അത് നമുക്ക് 4 വീലറിലോ അങ്ങനത്തെ വാഹനങ്ങളിലോ പോയാൽ കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു കാര്യം പറയാനെന്ന് വെച്ചാൽ, നമ്മൾ മാക്സിമം അങ്ങോട്ട് പോരുമ്പോൾ രാവിലെ 7 മണിയോടെയെങ്കിലും നമ്മൾ മസനഗുഡിയിലേക്ക് കയറണം കേട്ടോ. മുതുമലൈ ദേശീയോദ്യാനത്തിലേക്ക് എത്തണം. കാരണം എന്താ വെച്ചാൽ, ഈ റൂട്ടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ മോർണിംഗ് യാത്രയാണ്. നിങ്ങൾ ഈ സൈഡ് കാണുന്ന വില്ലകളൊക്കെ എന്താ വെച്ചാൽ കോട്ടേഴ്സുകളാണ് കേട്ടോ. അതായത് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് താമസിക്കാനുള്ള ഏരിയ ആണ് ഈ കാണുന്നതൊക്കെ. ഇവിടെ ഒരു ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇവിടുന്ന് ഇവർ ബസ്സിൽ കയറി ഇവർ ഈ ഒരു കാട്ടിലൂടെ സഞ്ചരിക്കും. അവിടുന്ന് നമുക്ക് ടൈഗർ അങ്ങനത്തെ പോലുള്ള ആനിമൽസിനൊക്കെ നമുക്ക് അവിടുന്ന് കാണാം. സീന് ഒരു വാഹനം ഇവിടെ വീണ് കിടക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഏതായാലും ആനിമൽസ് നമ്മളെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പുള്ളിമാനെ കണ്ടു. ഇവിടെ നമ്മൾ നിർത്തി ജസ്റ്റ് ഇവിടെ നിർത്താൻ പറ്റും. ഇവിടെ ആനകളെ മേയ്ക്കുന്ന ഏരിയ ആണ് കേട്ടോ ഈ കാണുന്ന സ്പോട്ട്. ഒരുപാട് ആനകളുണ്ടാവും ഇവിടെ. അപ്പം സൈഡിൽ നല്ല അരുവിയൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇവിടെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഈ ഏരിയയിൽ ആളുകൾക്ക് വരികയാണെങ്കിൽ ഇവിടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അതേപോലെ ഇവിടെ ഇരിക്കാനുള്ള സ്പോട്ട് നല്ല മനോഹരമായ രീതിയിൽ ഇവിടെ ഉണ്ട്. ഇവിടെ ആനകളെ മേയ്ക്കുന്ന ചില മൃഗങ്ങളൊക്കെ മെരുക്കിയെടുക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അപ്പം ആ ഒരു സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ പോണ ഏരിയയിൽ തന്നെയാണ്, നമുക്ക് കാണാം. അപ്പോൾ ആ ഒരു സ്പോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ്. ഇവിടെ ഒരു എലിഫൻറ്റ് ക്യാമ്പയിൻ എന്നിട്ടുള്ള ഒരു ബോർഡൊക്കെ കാണാം. ഇവിടെ ഓപ്പൺ അല്ല കേട്ടോ അപ്പം, എന്താണെന്നറിയില്ല. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമില്ല ഇപ്പോൾ. നമ്മളിവിടെ കൂടുതലായിട്ട് കാണുന്നത് എന്താ വെച്ചാൽ മാൻകൂട്ടങ്ങളെയും മയിലുകളെയും ഒക്കെയാണ് കേട്ടോ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത്. വഴിയോര യാത്രകളിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇവരെയാണ്. ഇവിടെ കൂടുതലായിട്ട് കാണപ്പെടുന്ന മൃഗങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആന, പുള്ളിമാന്, അതേപോലെ മയിൽ, പിന്നെ കരിങ്കുരങ്ങ്, അങ്ങനത്തെ വിഭാഗത്തിൽപ്പെട്ട മൃഗങ്ങളെയാണ് നമ്മളിവിടെ കാണപ്പെടുന്നത് കൂടുതലായിട്ടും. ഇനി നിങ്ങൾ ഇവിടുന്ന് കാണാൻ പോകുന്നത് മറ്റൊരു കാഴ്ചയാണ്. നിങ്ങളത് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം, വലിയ പർവ്വതങ്ങളാണ് കേട്ടോ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതായത് മരങ്ങളൊന്നുമില്ലാത്ത വെറും പാറക്കല്ലുകൾ മാത്രമായി കാണപ്പെടുന്ന പർവ്വതങ്ങളാണ് ഈ കാണുന്ന പർവ്വതങ്ങൾ. അത് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇതിപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും ഇവിടെ കോറികളായി മാറും. അങ്ങനെ നമ്മളുടെ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടതുപോലെയുള്ള വലിയ മരങ്ങളല്ല ഇവിടെ ഉള്ളത്.
ഒരു ചെറു രീതിയിലുള്ള ചെടി പോലത്തുള്ള വൃക്ഷങ്ങളാണ് നമുക്കിവിടെ രണ്ട് സൈഡിലും കാണാൻ കഴിയുന്നത്. അതായത് ഓവർ ലെങ്ത് ഒന്നും ഇല്ലാതെ ഒരു ചെറിയ രീതിയിൽ നമ്മളെ നാട്ടിലൊക്കെ ചെറിയ വീടുകളിലൊക്കെ അത്യാവശ്യം വലിയ പ്ലാന്റോറിയം ചെടികളൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. അതുപോലത്തെ ചെടികളാണ്. കല്ലറ്റി ചുരം 36 എയർപിൻ വളവ് കടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു മനോഹരമായ ബ്രിഡ്ജാണ് ഈ കാണുന്ന ബ്രിഡ്ജ്. സോഷ്യൽ മീഡിയയിലും മറ്റു ഇടങ്ങളിലൊക്കെ ഒരുപാട് ഇടം നേടിയിട്ടുള്ളൊരു സ്പോട്ടും കൂടിയാണ് ഈ കല്ലറ്റി ചുരത്തിൻ്റെ മുന്നിലുള്ള ഈ ബ്രിഡ്ജ്. എന്തായാലും നമുക്കിനി അതൊന്ന് കണ്ടു നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം എയർപിൻ വളവുകളൊക്കെ കടന്ന് ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ടോ. നല്ല വ്യൂ ആണ് ഇവിടുന്ന്, നല്ല മനോഹരമായ വ്യൂ ആണ് നമ്മൾ കാണുന്നത്. ആ ഒരു ഏകദേശം ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വാഹനങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് കൊണ്ടുവരിക. അത്യാവശ്യം ഭയങ്കര ടഫായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ ഒരു കല്ലറ്റി ചുരം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റൂട്ട്. അത്രയും ഏകദേശം നമ്മളിതാ മേലെ എത്തിയിട്ടുണ്ട്. ഇവിടെ വെൽക്കം ടു മുതുമലൈ ടൈഗർ റിസർവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടുന്ന് നമുക്ക് നല്ല മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വണ്ടി അവിടെ നിർത്തി ഏകദേശം ഈ ഒരു വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് നമ്മളവിടെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ ഒരു വാട്ടർഫാൾസ്, അതായത് വെള്ളച്ചാട്ടം നമുക്ക് ഇവിടുന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാം. ഏകദേശം അവിടെ കാണുന്നുണ്ടോ, വെള്ളം ചാടുന്നത് നമുക്ക് കാണാം. അങ്ങനെ നല്ലൊരു മനോഹരമായ ഏറ്റവും ടോപ്പിൽ നിന്നിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഏകദേശം കല്ലറ്റി ചുരത്തിൻ്റെ മേലെ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, അത്രയും സൂം ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നല്ല മനോഹരമായ ഒരു സ്പോട്ടാണ് കേട്ടോ. നമുക്കിവിടെ ഏകദേശം വാഹനങ്ങളൊക്കെ ഇപ്പം കമ്മിയാണ്, പക്ഷേ ഇവിടെ തിരക്കുള്ള ടൈം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം അതിനൊക്കെ മാറി. അപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് ഊട്ടി റോഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. എങ്ങനെയായാലും ഏകദേശം കല്ലറ്റി ചുരം കഴിഞ്ഞിട്ടില്ല, ഏകദേശം കഴിയാനായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളൊരു ഗ്രാമത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നല്ല കൃഷി ചെയ്യുന്ന ഒരു മനോഹരമായ സ്പോട്ടാണ് കേട്ടോ ഇവിടെ. അപ്പം ഇവിടുത്തെ ആളുകളൊക്കെ കൂടുതലും കൃഷി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്പോട്ടാണ്. കാണുന്നത് ഫുള്ള് ഗ്രാമങ്ങളാണ്. അവിടെ ഒരുപാട് വീടുകളുണ്ട്. നമ്മളങ്ങനെ ഏകദേശം ടോപ്പിലെത്തിയിട്ടുണ്ട്. ഞാൻ നമ്മളെ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് നെൽകൃഷി പോലെയുള്ള ഒരു കൃഷി കണ്ടപ്പോൾ ഞാൻ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ സൈഡാക്കിയതാണ്. അപ്പം കർഷകരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇത് നെൽകൃഷിയല്ല. ഞാൻ ആദ്യം വിചാരിച്ചത് കമ്പം അങ്ങനത്തെ പോലുള്ള ഒരു സംഗതിയാണെന്നാണ് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷേ അവരോട് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് ഇത് വെളുത്തുള്ളി, നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ, അതിൻ്റെ കൃഷിയാണ് കേട്ടോ. അതാണ് ഈ സാധനം. അപ്പം വെളുത്തുള്ളി, അതായത് ഇതിൽ കീടനാശിനികളൊക്കെ തളിക്കുന്നുണ്ട്. അവിടെ മരുന്നടിക്കുന്നത് കാണാം. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നിങ്ങൾക്ക് ആ ലോങ്ങിൽ നിന്ന് കാണാം മരുന്നടിക്കുന്നത്. നല്ലൊരു മനോഹരമായൊരു വ്യൂ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ 36 എയർപിൻ വളവ് കടന്ന് മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ടോപ്പിലെത്തി. ഇവിടുന്ന് ചെറിയൊരു ഗ്രാമമാണ്. മെയിൻ കൃഷിയാണ് കേട്ടോ ഇവിടെ ഉള്ളത്, ഫുള്ള് കൃഷിയാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഊട്ടിയിലേക്കാണ്. ഊട്ടിയിലേക്ക് ഇനി ഇവിടുന്ന് വല്ല ദൂരമില്ല.
അങ്ങനെ തന്നെ നമ്മൾ ഊട്ടിയിലെത്തിയിട്ടുണ്ട്. മസനഗുഡി വഴി ഊട്ടിയിലേക്ക് നമ്മളിതാ കടന്നു. ഇനി ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ബൈ ബൈ.